ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ കാലിപ്പർ. നിങ്ങൾക്കറിയാമോ ഉഷ്ണമേഖലാ കടലിൽ ജീവിക്കുന്ന ജീവികളും സസ്യങ്ങളും ഏതൊക്കെയാണെന്ന്? വർണ്ണാഭമായ പവിഴപ്പുറ്റുകളുള്ള ഉഷ്ണമേഖലാ കടലുകൾ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ആവാസ വ്യവസ്ഥയാണ്. വിചിത്രമായ ആകൃതിയിലുള്ള പവിഴപ്പുറ്റുകൾ നിരവധി മത്സ്യങ്ങൾ, ഒച്ചുകൾ, കടൽ ചമ്മലുകൾ, കൊഞ്ചുകൾ, ഷെല്ലുകൾ എന്നിവയുടെ ആവാസ കേന്ദ്രമാണ് ഉഷ്ണമേഖലാ കടലുകൾ. കരയിലെ ആമകളേക്കാൾ പരന്ന കവചമുള്ള ആമകളും ചുറ്റികയുടെ ആകൃതിയിലുള്ള വീതിയേറിയ തലയുള്ള ഹാമർഹെഡ് സ്രാവുകളും സ്രാവുകളേക്കാൾ അപകടകാരികളായ മറ്റ് ചില ജീവികളും വസിക്കുന്നിടമാണ് ഉഷ്ണമേഖലാ കടലുകൾ. ഇനി തിമിംഗലങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രൈറ്റ്സ് തിമിംഗലം, റൗണ്ട് ഷേപ്പിൽ തലയുള്ള ഡോൾഫിനുകൾ തുടങ്ങി ചില സ്പീഷീസുകൾ ഉഷ്ണമേഖലാ കടലുകളിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. കൂനൻ തിമിംഗലം, നീലത്തിമിംഗലം പോലെയുള്ളവ പ്രത്യുൽപാദനത്തിനായി മാത്രം ചൂടുള്ള ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലേക്ക് കുടിയേറുകയും ശേഷിക്കുന്ന സമയം തണുത്ത വെള്ളത്തിൽ ചെലവഴിക്കുന്നതുമാണ്. അപൂർവ നദികളിലെ ഡോൾഫിനുകൾ ആമസോൺ, ഗംഗ, യാങ്സി കിയാങ് പോലുള്ള ചൂടുള്ള ചെളി നിറഞ്ഞ നദികളിലാണ് ജീവിക്കുന്നത്. ഇവയുടെ കണ്ണുകളുടെ സവിശേഷത മൂലം ഇവയ്ക്ക് കാഴ്ച മങ്ങിയതാവും. എന്നാൽ ഇവിടെ മനുഷ്യർക്ക് ഭീഷണിയായും ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അതിൽ ഭൂരിഭാഗവും മനുഷ്യനെ ആക്രമിക്കാൻ മടിക്കാത്തവയാണ്. അവയിൽ റീഫ് സ്രാവും കടൽപ്പാമ്പും മനുഷ്യന് ഭീഷണിയായി നിൽക്കുന്നവയാണ്. കടൽപ്പാമ്പിൻ്റെ വിഷബാധയേറ്റ് നിരവധി മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്നുണ്ട്. കടലിലെ മറ്റൊരു അപകടകാരിയായ ജീവിയാണ് പഫർ മത്സ്യങ്ങൾ. ഇവയുടെ ശരീരഭാഗങ്ങളിൽ ചിലത് വളരെ വിഷാംശമുള്ളവയാണ്, പ്രത്യേകിച്ച് ഇവയുടെ കരളും അണ്ഡാശയവും. ഇങ്ങനെയാണെങ്കിലും ഇവയെ നമ്മൾ മനുഷ്യർ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു. ഇവയെ തെറ്റായി പാകം ചെയ്ത് കഴിച്ച ചില മനുഷ്യർ മരിച്ചതായി കണക്കുകൾ പറയുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള മൃഗങ്ങളിൽ ഒന്നാണ് കടൽ കടന്നൽ. ഇവ ജെല്ലി ഫിഷസിൻ്റെ സ്പീഷീസിൽപ്പെട്ടവയാണ്. ഇവയുടെ കുത്തുന്ന കോശങ്ങളിൽ വിഷം അടങ്ങിയിട്ടുണ്ട്. ഇത് മിനിറ്റുകൾക്കുള്ളിൽ മരണത്തിന് കാരണമാവും. കണക്കനുസരിച്ച് പ്രതിവർഷം 70 പേർ വരെ ഇവയുടെ കുത്തേറ്റ് മരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഒരറിവും ചെറുതല്ല, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.